ഗുഡ് മോർണിംഗ്. പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നേ ദിവസം നാം ആയിരിക്കുന്നത് ജ്ഞാനത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളതായ ഒരു വിഷയത്തിന്മേലാണ്. സത്യവേദ പുസ്തകം ഇപ്രകാരം പറയുന്നു: പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം 20-ാമത് വാക്യം. പ്രിയരെ, ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? ദൈവത്തിൽ അർപ്പിതമായ ജീവിതം നയിക്കുന്നതായ ഒരു വ്യക്തിക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവിക മർമ്മങ്ങളെ ആഴത്തിൽ അറിയുവാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുമ്പോൾ, തിരുവചനങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ളതായ പരിജ്ഞാനം പരിശുദ്ധാത്മ ശക്തിയാൽ ആ വ്യക്തിക്ക് പ്രാപിക്കുവാൻ സാധിക്കും. പ്രിയരെ, അപ്രകാരം ദൈവിക അറിവ് പ്രാപിച്ചതായ ഒരു വ്യക്തി മറ്റുള്ളവരെയും ആ ദൈവിക സ്നേഹത്തിലേക്ക് ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കേണ്ടതാണ്. വീണ്ടും തിരുവചനം പറയുന്നു, യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം: നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. പ്രിയരെ, ദൈവസന്നിധിയിൽ നാം യാചനാ മനോഭാവത്തോടു കൂടിയാണ് നാം തിരുവചനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം നമുക്ക് ആ അറിവ് പകർന്നു തരുവാൻ തക്കവണ്ണം ഒരുക്കമാണ് നമ്മുടെ സർവശക്തനായവൻ. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതായ പരിജ്ഞാനം അത് മറ്റുള്ളവർക്ക് പങ്കിടുവാൻ മനസ്സുള്ളവരായിരിക്കണം അങ്ങനെയുള്ളവർ. നാം പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 12 മുതൽ വായിക്കുമ്പോൾ, അങ്ങയുടെ സാന്നിധ്യം എന്നോടുകൂടി പോരുന്നില്ല എങ്കിൽ ഈ ജനത്തെ നയിക്കുവാൻ ഞാൻ പ്രാപ്തനാകയില്ല എന്ന് മോശെ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. വീണ്ടും, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന യാചനാ മനോഭാവത്തോടുകൂടി ദൈവസന്നിധിയിൽ മോശയായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണ് ഈ തേജസ്? ദൈവത്തിൻ്റെ സ്വഭാവം അത് നാം മനസ്സിലാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിപ്പിക്കുന്ന തരത്തിൽ ആയിരിക്കണം. ദൈവത്തോടൊപ്പം തന്നെ മനുഷ്യാത്മാവ് വിശ്വാസത്താൽ ബന്ധിച്ചിരിക്കുന്നതായ ഒരു അവസ്ഥ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം അത് മറ്റുള്ളവർ കണ്ട് തിരിച്ചറിയുകയും ആ വ്യക്തിയുടെ വാക്കിന് ചെവി കൊടുക്കുകയും ചെയ്യും. ഇവിടെ സത്യവേദ പുസ്തകം വീണ്ടും സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു, 16-18: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. സർവശക്തനായ ദൈവം വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഒരിക്കലും കുലുങ്ങിപ്പോകുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ അതിൻ്റെ 16-ാം അധ്യായം 8-ാമത് വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്രകാരമെങ്കിൽ പ്രിയരെ, ദൈവത്തിൽ നിന്നാണ് നിങ്ങൾ സഹായവും പരിജ്ഞാനവും നേടുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടുകൂടി, നിരാശ തീർത്തും ഇല്ലാത്തവരായി വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകാനുള്ളവരാണ്. ആ രീതിയിലുള്ളതായ ഒരുക്കം നമ്മൾ ഏവരിലും സർവശക്തനാദൈവം ഇന്ന് പകൽക്കാലം തരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനും നല്ലവനുമായ ദൈവമേ, അനുഗ്രഹമേറിയതായ ഒരു പ്രഭാതം ഞങ്ങൾ കാണുവാൻ തക്കവണ്ണം ഇടവരുത്തിയല്ലോ. ദൈവമേ, ഇത് ശ്രവിക്കുന്നതായ കേൾക്കുന്നതായ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം അത് അവർക്ക് അനുഗ്രഹമായി തീരുവാനും ആത്മീക ഭൗമിക പരിജ്ഞാനത്താൽ നിറഞ്ഞ് അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി നിലനിൽക്കുവാൻ തക്കവണ്ണം നീ ഇടവരുത്തുന്നതിനായി സ്തോത്രം. നിൻ്റെ കൃപയും കരുണയും സാന്നിധ്യം ഞങ്ങളിൽ എല്ലാവരുടെ കൂടെ ഇരിക്കും. സകലതും കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.